ഹലോ. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ആദ്യത്തെ യൂണിറ്റായ ദ വാംത്ത് ഓഫ് ലവ് ആ പാഠഭാഗത്ത് വരുന്ന ദ കിസ്സിങ് ഹാൻഡ് എന്ന ആദ്യത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ പാഠത്തിൻ്റെ പേരാണ് ദ കിസ്സിങ് ഹാൻഡ്. കിസ്സിങ് ഹാൻഡ് എന്ന് വെച്ചാൽ ചുംബിക്കുന്ന കൈ. In this story, a little raccoon named Chester is hesitant about going to school. Now let's see what happens to him. അപ്പോൾ അവൻ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കാണാം. ഓക്കെ, നൗ ലുക്ക് അറ്റ് ദ പിക്ചർ. പിക്ചറിലേക്ക് നോക്കൂ, നമുക്ക് കാണാൻ പറ്റും അവിടെ ലിറ്റിൽ റാക്കൂണിനെ കാണാൻ പറ്റും. അവൻ്റെ പേരാണ് ചെസ്റ്റർ. അവൻ്റെ അടുത്ത് നിൽക്കുന്നത് മേ ബി അവൻ്റെ അമ്മയായിരിക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും കഥയിലേക്ക് പോകാം. Chester Raccoon stood at the edge of the forest and cried. അതായത് Chester Raccoon stood at the edge of the forest. stood എന്ന് പറഞ്ഞാൽ നിന്നു, at the edge of the forest. ഫോറസ്റ്റിൻ്റെ എഡ്ജിൽ നിൽക്കുകയാണ് അവന്. എന്നിട്ട് ആൻഡ് ക്രൈഡ്, പിന്നെ കരയും ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അവൻ പറയാണ്, ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. എനിക്ക് സ്കൂളിലേക്ക് പോവണ്ട. ഹി ടോൾഡ് ഹിസ് മദർ. ഹി ടോൾഡ് എന്ന് വെച്ചാൽ അവൻ പറഞ്ഞു, ഹിസ് മദർ അവൻ്റെ അമ്മയോട് പറഞ്ഞു. ഐ വാണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു. എനിക്ക് എന്താണ് വേണ്ടത്? എനിക്ക് വീട്ടിൽ നിൽക്കണം, നിങ്ങളോടൊപ്പം എനിക്ക് വീട്ടിൽ നിൽക്കണം, എനിക്ക് സ്കൂളിൽ പോകണ്ട. അതാണ് അവൻ പറയുന്നത്. ഐ വാണ്ട് ടു സ്റ്റേ ഹോം, എനിക്ക് വീട്ടിൽ നിൽക്കണം, വിത്ത് യു നിങ്ങളുടെ കൂടെ. ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്. എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കണം. ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ടോയ്സ്. മൈ ടോയ്സ്, ടോയ്സ് എന്ന് പറഞ്ഞാൽ കളിപ്പാവകൾ. അപ്പോൾ എനിക്ക് എൻ്റെ ടോയ്സ് വെച്ച് കളിക്കണം എന്നാണ് നമ്മളെ ചെസ്റ്റർ പറയുന്നത്. അതുപോലെ തന്നെ ഐ വാണ്ട് ടു റീഡ് മൈ ബുക്സ്. എനിക്ക് എൻ്റെ പുസ്തകങ്ങൾ വായിക്കണം. ഐ വാണ്ട് ടു സ്വിങ് ഓൺ മൈ സ്വിങ്. സ്വിങ് എന്ന് പറഞ്ഞാൽ ഊഞ്ഞാൽ. അപ്പോൾ ഐ വാണ്ട് ടു സ്വിങ് ഓൺ മൈ സ്വിങ്. എൻ്റെ ഊഞ്ഞാലിൽ എനിക്ക് എന്ത് ചെയ്യണം? ഊഞ്ഞാലാടണം. അവൻ അഭ്യർത്ഥിക്കാൻ അവൻ്റെ അമ്മയോട്, പ്ലീസ് മേ ഐ സ്റ്റേ ഹോം വിത്ത് യു എന്ന് ചോദിക്കാൻ അവന്. ഞാൻ നിങ്ങളോടൊപ്പം വീട്ടിൽ നിന്നോട്ടെ. സ്റ്റേ എന്ന് പറഞ്ഞാൽ നിൽക്കുക, ഹോം വിത്ത് യു നിങ്ങളോടൊപ്പം വീട്ടിൽ നിൽക്കുക. ഹോം എന്ന് പറഞ്ഞാൽ വീട്. അപ്പോൾ നമ്മളെ ചെസ്റ്റർ ഇങ്ങനെ അഭ്യർത്ഥനകൾ നടത്തിയപ്പോൾ മിസ് റക്കൂൺ എന്താ ചെയ്തത്? മിസ് റക്കൂൺ took Chester by the hand and nuzzled his ear. അവൻ്റെ ചെവി പിടിച്ച് തിരുമ്മാണ് ചെയ്തത്, സാധാരണ അമ്മമാർ ചെയ്യുന്നത് പോലെ തന്നെ. അതിനുശേഷം നമ്മുടെ അമ്മ റക്കൂണ് ചെസ്റ്ററിനോട് പറയുകയാണ്, സംടൈംസ് വി ഓൾ ഹാവ് ടു ഡു തിങ്സ് വി ഡോണ്ട് വാണ്ട് ടു ഡു. സംടൈംസ് ചിലപ്പോഴൊക്കെ നമുക്ക് വി ഓൾ ഹാവ് ടു ഡു, നമുക്ക് എല്ലാവർക്കും ചെയ്യേണ്ടി വരും. തിങ്സ് വി ഡോണ്ട് വാണ്ട് ടു ഡു, നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ ചെയ്യേണ്ടി വരും. ഷീ ടോൾഡ് ഹിം ജെന്റിലായിട്ട്, അതായത് വളരെ സൗമ്യമായ രീതിയിലാണ് അമ്മ റക്കൂണ് നമ്മുടെ ചെസ്റ്ററിനോട് ഈ കാര്യങ്ങൾ പറഞ്ഞത്. അങ്ങനെ നമ്മളെ അമ്മ റക്കൂണ് കാര്യങ്ങൾ തുടരുകയാണ്. എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഈവൻ ഇഫ് ദേ സീം സ്ട്രേഞ്ച് ആൻഡ് സ്കാരി അറ്റ് ഫസ്റ്റ്, ബട്ട് യു വിൽ ലവ് സ്കൂൾ വൺസ് യു സ്റ്റാർട്ട്. യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ് ആൻഡ് പ്ലേ വിത്ത് ന്യൂ ടോയ്സ്. യു ക്യാൻ റീഡ് ന്യൂ ബുക്സ് ആൻഡ് സ്വിങ് ഓൺ ന്യൂ സ്വിങ്സ്. ഈവൻ ഇഫ് ദേ സീം സ്ട്രേഞ്ച് ആൻഡ് സ്കാരി അറ്റ് ഫസ്റ്റ്. എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ നമുക്കത് ആദ്യമായിട്ട് കാണുമ്പോൾ എങ്ങനെയായിരിക്കും? സ്ട്രേഞ്ച് ആൻഡ് സ്കാരി ആയിരിക്കും, അതായത് ഭയാനകരവും വിചിത്രവുമായിരിക്കും. സ്ട്രേഞ്ച് എന്ന് പറഞ്ഞാൽ വിചിത്രവും, സ്കാരി എന്ന് പറഞ്ഞാൽ ഭയാനകരവും. അപ്പം അങ്ങനെ ആയി തോന്നിയേക്കാം. ബട്ട് യു വിൽ ലവ് സ്കൂൾ വൺസ് യു സ്റ്റാർട്ട്. പക്ഷേ നീ ഒരിക്കൽ സ്കൂളിലേക്ക് പോകാൻ തുടത്തിയാൽ, അതായത് സ്റ്റാർട്ട് ചെയ്താൽ പിന്നീട് നിനക്കത് ഇഷ്ടമാകും, സ്കൂൾ ഇഷ്ടമാകും എന്നാണ് അമ്മ പറയുന്നത്. യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ്. നീ അങ്ങനെ പുതിയ കൂട്ടുകാരെ ഉണ്ടാക്കും. ആൻഡ് പ്ലേ വിത്ത് ന്യൂ ടോയ്സ്. പുതിയ ടോയ്സുമായിട്ട് കളിക്കും. യു ക്യാൻ റീഡ് ന്യൂ ബുക്സ് ആൻഡ് സ്വിങ് ഓൺ ന്യൂ സ്വിങ്സ്. അപ്പോൾ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുതിയ പുസ്തകങ്ങൾ വായിക്കാൻ പറ്റും. അതുപോലെ സ്വിങ് ഓൺ ന്യൂ സ്വിങ്സ്, ഇതേപോലെ നിനക്ക് പുതിയ ഊഞ്ഞാലുകളിൽ ആടാൻ പറ്റും. ബിസൈഡ്സ്, കൂടാതെ, ഷി ആഡഡ്, അവൾ കൂട്ടിച്ചേർത്തു, ഐ നോ എ വണ്ടർഫുൾ സീക്രട്ട്. എനിക്കൊരു വണ്ടർഫുൾ സീക്രട്ട് അറിയാം. ദാറ്റ് വിൽ മേക്ക് യുവർ നൈറ്റ്സ് അറ്റ് സ്കൂൾ സീം ആസ് വാം ആൻഡ് കോസി ആസ് യുവർ ഡേയ്സ് അറ്റ് ഹോം. അപ്പോൾ എനിക്ക് വീട്ടിലുള്ളതുപോലെ തന്നെ സ്കൂളിലും അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് ഒരു സീക്രട്ട് എനിക്കറിയാം, അവിടുത്തെ ഒരു സീക്രട്ട് എനിക്കറിയാമെന്ന് പറയാണ് അമ്മ. ചെസ്റ്റർ വൈപ്ഡ് അവേ ഹിസ് ടിയേഴ്സ് ആൻഡ് ലുക്ക്ഡ് ഇൻട്രസ്റ്റഡ്. അപ്പോൾ ചെസ്റ്റർ എന്ത് ചെയ്തു? വൈപ്ഡ് അവേ ഹിസ് ടിയേഴ്സ്, അവൻ്റെ ടിയേഴ്സൊക്കെ, കണ്ണീരൊക്കെ അവൻ തുടച്ചു. ആൻഡ് ലുക്ക്ഡ് ഇൻട്രസ്റ്റഡ്, അവൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. എന്നിട്ട് നമ്മുടെ ചെസ്റ്റർ ചോദിക്കുകയാണ്, എ സീക്രട്ട്? വാട്ട് കൈൻഡ് ഓഫ് സീക്രട്ട്? ഒരു സീക്രട്ടോ? എങ്ങനത്തെ സീക്രട്ടാണ്? അപ്പോൾ നമ്മളെ മിസ് റാക്കൂൺ പറയാണ്, എ വെരി ഓൾഡ് സീക്രട്ട്, കുറച്ച് പഴയ സീക്രട്ടാണ്. സെഡ് മിസ് റാക്കൂൺ. അങ്ങനെ നമ്മുടെ മിസ് റാക്കൂൺ പറയാണ്, ഐ ലേൺഡ് ഇറ്റ് ഫ്രം മൈ മദർ. ഞാൻ എൻ്റെ അമ്മയിൽ നിന്നാണ് അത് അറിഞ്ഞത്. ആൻഡ് ഷീ ലേൺഡ് ഇറ്റ് ഫ്രം ഹെർ മദർ. ആൻഡ് അതായത് അമ്മ അറിഞ്ഞിട്ടുള്ളത്, എൻ്റെ അമ്മ അറിഞ്ഞത് അവളുടെ അമ്മയിൽ നിന്നാണ്. ഇറ്റ്സ് കോൾഡ് ദ കിസ്സിങ് ഹാൻഡ്. അതിനെന്താണ് വിളിക്കുന്നത്? കിസ്സിങ് ഹാൻഡ്, അതായത് ചുംബിക്കുന്ന കൈ എന്നാണ് അതിനെ വിളിക്കുന്നത്. ദ കിസ്സിങ് ഹാൻഡ് ആസ്ക്ഡ് ചെസ്റ്റർ.
അതായത് ദ കിസ്സിങ് ഹാൻഡ്, ചുംബിക്കുന്ന കയ്യോ, ആസ്ക്ഡ് ചെസ്റ്റർ ചോദിച്ചു. വാട്ട്സ് ദാറ്റ്, അതെന്താണ്? ഐ വിൽ ഷോ യു, അമ്മ പറഞ്ഞു, അത് ഞാൻ എനിക്ക് കാണിച്ചു തരാം. മിസ് റക്കൂൺ took Chester's left hand and spread his tiny fingers into a fan. Leaning forward, she kissed Chester right in the middle of his palm. Chester felt his mother's kiss rush from his hand up his arm. അപ്പോൾ എന്താണ്, മിസ് റക്കൂൺ എന്ത് ചെയ്തു, നമ്മുടെ ചെസ്റ്ററിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് എടുത്തതിന് ശേഷം അതിൻ്റെ മിഡിൽ പാർട്ടിൽ, അതായത് നമ്മുടെ കൈപ്പത്തിൻ്റെ ഉൾഭാഗത്തായിട്ട് മിസ് റക്കൂൺ ചുംബിക്കുകയാണ്. Chester felt his mother's kiss rush from his hand up his arm and into his heart. Even his silky black mask tingled with a special warmth. അപ്പോൾ നമ്മുടെ ചെസ്റ്റർക്ക് ഈ അമ്മയുടെ കിസ്സ് കയ്യിൽ കിട്ടിയപ്പോൾ അത് ഹാൻഡിൽ നിന്ന് ഹാർട്ട് വരെ പോകുന്നത് പോലെ തോന്നി. അതായത് ഹാൻഡിൽ നിന്ന് ആമിലേക്കും ആമിൽ നിന്ന് ഹാർട്ടിലേക്കും വരെ എത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ അവൻ്റെ ഒരു സിൽക്കി ബ്ലാക്ക് മാസ്ക് പോലെ എന്ത് ചെയ്തു, ടിങ്കിൾഡ് വിത്ത് എ സ്പെഷ്യൽ വാംത്ത്. മിസ് റക്കൂൺ സ്മൈൽഡ്, അങ്ങനെ മിസ് റക്കൂൺ ചിരിക്കുകയാണ്. നൗ, ഇപ്പോൾ, ഷീ ടോൾഡ് ചെസ്റ്റർ, അവൾ ചെസ്റ്ററിനോട് പറഞ്ഞു, whenever you feel lonely and need a little love from home, അതായത് നിനക്ക് എപ്പോഴെങ്കിലും ലോൺലി ആയിട്ട്, അതായത് ഏകാന്തമായിട്ട് തോന്നുകയോ അല്ലെങ്കിൽ കുറച്ച് സ്നേഹം വീട്ടിൽ നിന്ന് വേണമെന്ന് തോന്നുകയോ ചെയ്യുകയാണെങ്കിൽ, ജസ്റ്റ് പ്രസ് യുവർ ഹാൻഡ് ടു യുവർ ചീക്ക് ആൻഡ് തിങ്ക്. അപ്പോൾ ചീക്കിലേക്ക് നിൻ്റെ കൈകൾ പ്രസ് ചെയ്തതിന് ശേഷം നീ എങ്ങനെ ചിന്തിക്കണം, മോമി ലവ്സ് യു, മോമി ലവ്സ് യു, അതായത് നിൻ്റെ അമ്മ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ സ്നേഹിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കുക. ആൻഡ് ദാറ്റ് വെരി കിസ് വിൽ ജംപ് ടു യുവർ ഫേസ് ആൻഡ് ഫിൽ യു വിത്ത് ടോസ്റ്റി വാം തോട്ട്സ്. അപ്പോൾ ആ ഒരു കിസ്സ് നിൻ്റെ ഫേസിലേക്ക് വരികയും അതേപോലെ നിനക്ക് വാം തോട്ട്സ്, ഊഷ്മളമായ ചിന്തകളെ കൊണ്ട് നിന്നെ നിറക്കുകയും ചെയ്യും. ഷീ ടുക്ക് ചെസ്റ്റേഴ്സ് ഹാൻഡ് ആൻഡ് കെയർഫുള്ളി റാപ്ഡ് ഹിസ് ഫിംഗേഴ്സ് അറൗണ്ട് ദ കിസ്. അങ്ങനെ അവൾ എന്ത് ചെയ്തു, ചെസ്റ്ററിൻ്റെ കയ്യിലെടുത്തതിന് ശേഷം ആ ഒരു കൈ കെയർഫുള്ളി റാപ്ഡ് ഹിസ് ഫിംഗേഴ്സ് അറൗണ്ട് ദ കിസ്, അതായത് അവൻ്റെ ഫിംഗർ ഈ ഒരു ആ ഒരു കിസ്സ് അതുകൊണ്ട് ഇങ്ങനെ റാപ്പ് ചെയ്ത് വെച്ചു. നൗ ബി കെയർഫുൾ നോട്ട് ടു ലൂസ് ഇറ്റ്, ഷീ ടീസ്ഡ് ഹിം. ഇനി ഇത് കളയാതെ നോക്കണം, അമ്മ അവനെ കളിയാക്കി. ബട്ട് ഡോണ്ട് വറി, വെൻ യു ഓപ്പൺ യുവർ ഹാൻഡ് ടു വാഷ് ആഫ്റ്റർ ഹാവിങ് ഫുഡ്, ഐ പ്രോമിസ് ദ കിസ് വിൽ സ്റ്റിക്ക്. പക്ഷേ വിഷമിക്കേണ്ട, നീ ഭക്ഷണം കഴിച്ചതിന് ശേഷം കൈ വാഷ് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു കിസ് അവിടെ തന്നെ സ്റ്റക്ക് ചെയ്ത് നിൽക്കുമെന്ന് ഞാൻ പ്രോമിസ് ചെയ്യുന്നു, അമ്മ പറഞ്ഞു. Chester loved his kissing hand. Now he knew his mother's love would go with him wherever he went, even to the school. ചെസ്റ്ററിന് അവൻ്റെ കിസ്സിങ് ഹാൻഡ് ഒരുപാട് ഇഷ്ടമായി. അതോടൊപ്പം ഇപ്പോൾ അവന് മനസ്സിലായി അവൻ്റെ അമ്മയുടെ സ്നേഹം അവൻ്റെ കൂടെ ഉണ്ടാകും, അവൻ എവിടെ പോയാലും അവൻ്റെ കൂടെ ഉണ്ടാവും, ഈവൻ ടു ദ സ്കൂൾ, അവൻ സ്കൂളിൽ പോയാലും ഉണ്ടാവും. ദാറ്റ് നൈറ്റ് ചെസ്റ്റർ stood in front of his school and looked thoughtful. അന്നത്തെ രാത്രി ചെസ്റ്റർ സ്കൂളിന് മുമ്പിൽ നിന്നുകൊണ്ട് ചിന്തിക്കാൻ തുടങ്ങി. Suddenly he turned to his mother and grinned. അവൻ പെട്ടെന്ന് തന്നെ അവൻ്റെ അമ്മയുടെ നേരെ തിരിഞ്ഞ് ചിരിച്ചു. Give me your hand, he told her. നിങ്ങളുടെ കൈയൊന്ന് തരുമെന്ന് അവൻ അവൻ്റെ അമ്മയോട് പറഞ്ഞു. Chester took his mother's hand in his own and unfolded her large familiar fingers into a fan. ചെസ്റ്റർ എന്ത് ചെയ്തു, അവൻ്റെ അമ്മയുടെ കൈകൾ നിവർത്തി. Next, he leaned forward and kissed the center of her hand. പിന്നീട് അവൻ മുന്നോട്ട് ചാഞ്ഞുകൊണ്ട് അവൻ്റെ അമ്മയുടെ കൈകളിലേക്ക് ഒരു ഉമ്മ നൽകി. Now you have a kissing hand too. അവൻ പറഞ്ഞു അവൻ്റെ അമ്മയോട്, ഇപ്പോൾ അമ്മക്കൊരു കിസ്സിങ് ഹാൻഡ് ഉണ്ട്. He told her with a gentle goodbye. അവൻ എന്ത് ചെയ്തു, അവൻ്റെ അമ്മയോട് ഒരു ജെൻറ്റിൽ ഗുഡ് ബൈ പറഞ്ഞു. I love you, Chester said as he turned and danced away. അങ്ങനെ ഒരു ഐ ലവ് യു പറഞ്ഞുകൊണ്ട് ചെസ്റ്റർ എന്ത് ചെയ്തു, തിരിഞ്ഞ് നടന്നു, ഡാൻസ് കളിച്ച് തിരിഞ്ഞ് നടന്നു. മിസ് റക്കൂൺ വാച്ച്ഡ് ചെസ്റ്റർ സ്കാമ്പർ അക്രോസ് എ ട്രീ ലിംബ് ആൻഡ് എൻ്റർ ദ സ്കൂൾ. അപ്പോൾ നമ്മൾ മിസ് റക്കൂണ് നമ്മളെ ചെസ്റ്റർ സ്കൂളിലേക്ക് പോകുന്നത് നോക്കി നിൽക്കുകയാണ്. ഭയങ്കര ആവശ്യത്തോടെയാണ് പോകുന്നത്. ദ ഫസ്റ്റ് ബെൽ ഓഫ് ദ ന്യൂ സ്കൂൾ ഇയർ റാങ്. ഷീ പ്രസ്ഡ് ഹെർ ലെഫ്റ്റ് ഹാൻഡ് ടു ഹെർ ചീക്ക് ആൻഡ് സ്മൈൽഡ്. അപ്പോൾ ഫസ്റ്റ് ബെല്ല് സ്കൂളിലെ ഫസ്റ്റ് ബെൽ അടിച്ചപ്പോൾ നമ്മൾ അമ്മ റക്കൂണ് അമ്മയുടെ ലെഫ്റ്റ് ഹാൻഡ് എടുത്ത് ചീക്കിൽ വെച്ചിട്ട് ചിരിക്കുകയാണ് ചെയ്യുന്നത്. The warmth of Chester's kiss filled her heart with special words. Chester loves you, it sang. Chester loves you. നമ്മുടെ ചെസ്റ്ററിൻ്റെ ആ ഒരു ഊഷ്മളമായ കിസ്സ് അമ്മയുടെ ഹാർട്ടിൽ ഒരു പ്രത്യേക വേർഡ്സ് ഇങ്ങനെ മന്ത്രിച്ചുകൊണ്ടിരുന്നു. ചെസ്റ്റർ ലവ്സ് യു, ചെസ്റ്റർ ലവ്സ് യു, അതായത് ചെസ്റ്റർ എന്നെ സ്നേഹിക്കുന്നു, ചെസ്റ്റർ എന്നെ സ്നേഹിക്കുന്നു എന്ന് അത് പാടിക്കൊണ്ടിരുന്നു. ദാറ്റ്സ് ഓൾ ടുഡേ. നമുക്ക് അടുത്ത ആക്ടിവിറ്റീസും കാര്യങ്ങളും നെക്സ്റ്റ് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം.